ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ജാൻമണി ഇപ്പം എയറിലാണ് ബഹിരാകാശത്തുനിന്ന് താഴത്തേക്ക് ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. എന്തായാലും പുള്ളിക്കാരത്തെ ഇപ്പോൾ ഒളിവിലാണ്. നമുക്ക് എന്തായാലും ഒരു വീഡിയോ കണ്ടിട്ട് വരാം. ഒരു ചായ വിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ അറിയാം? ചായ 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 മാത്രം അറിയത്തുള്ളൂ. മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങളെ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് എന്റെ ജനിച്ചു പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാഷ് ചെയ്യുന്ന വെൽച്ചിലേറ്റ്. കാരണം എനിക്ക് ചെറിയ കുട്ടീസായിട്ട് എന്റെ പൊന്ന് ജാൻമണി ചേച്ചി, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. ആരെങ്കിലും നമ്മുടെ കേന്ദ്രമന്ത്രിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ വാ തുറന്നിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമോ? നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വിവരമില്ലായ്മ ഒരു കുറ്റമല്ല. പക്ഷെ എന്നാലും ഇത്രയ്ക്കുണ്ടാവുമോ വിവരമില്ലായ്മ? അല്ല, ഈ വീഡിയോ കാണുന്നവർ എന്തായാലും നമ്മൾ പാർട്ടി ബേസ് അല്ല സംസാരിക്കണം. ഞങ്ങൾ ഒരു പാർട്ടിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ല. നമ്മളിപ്പം പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഒരു പാർട്ടിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പ്രതികരിച്ചു പോകും. കാരണം അദ്ദേഹം നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പബ്ലിക്കായിട്ട് വന്നിട്ട് സംസാരിക്കുമ്പോൾ കുറച്ചെങ്കിലും മൂളയുള്ള ആരെങ്കിലും ഇങ്ങനെ വന്ന് സംസാരിക്കുമോ? ഈ വീഡിയോയിൽ പറയാനുണ്ട് ചായ 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 എന്ന്. പക്ഷെ ഇദ്ദേഹം നമുക്ക് ഒരു മോട്ടിവേഷൻ അല്ല, ഇൻസ്പിറേഷൻ കൂടെയാണ് അല്ലേ? അദ്ദേഹം ചായ വിറ്റ് നടന്നിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം ആ നിലയില്ല. ഒരാള് ജനിക്കുമ്പോ എങ്ങനെയാണെന്നോ ഉള്ളതിലോ അല്ലെങ്കിൽ പണ്ട് എങ്ങനെയായിരുന്നോ ഉള്ളതിലല്ല, ഇപ്പൊ ആ വ്യക്തി ഏത് പൊസിഷനിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഒരു വിഭാഗം ആൾക്കാർക്ക് ഈ പണ്ട് എങ്ങനെയാണോ ആയിരുന്നത് അതുപോലെ തന്നെ കിടക്കണം, അല്ലെങ്കിൽ ആ ഒരു സംഭവം വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോകുന്നത്. ഈ ജാൻമണിയൊക്കെ ആ ഒരു ഗണത്തിൽപ്പെട്ട ഈ പാവപ്പെട്ടവരെല്ലാവരും എപ്പോഴും പാവപ്പെട്ട ആ ഒരു നിലയിൽ തന്നെ നിൽക്കണം. അയ്യോ, കഴിഞ്ഞ ദിവസം ഞാൻ ഇവരെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നേ. അപ്പൊ മറ്റേ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള സംഭവം വന്ന സമയത്ത് ഞാൻ മറ്റേ ഇവരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് അത് സ്റ്റാറ്റസ് ആയിട്ടൊക്കെ എന്റെ വാട്സപ്പിൽ എടുത്തിട്ട് കർമ്മം ഇപ്പൊ തോന്നുന്നു വേണ്ടായിരുന്നു. എന്നിട്ട് ബാക്കി പറ. അപ്പം അല്ലെ ഇവര് ഈ പറയുന്ന സംസാരം കേട്ട ബാക്കിയുള്ളവർക്കും അതൊരു അപമാനം പോലെയാണ്. അവർ തന്നെ പറയണം, എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം വിളിച്ച് പറയാനുണ്ട് തെറ്റായ കാര്യമാണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? അത്രയ്ക്ക് വിവരമില്ലായ്മയാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കൂട്ടിയിട്ടുള്ളത്. കുറച്ചൊക്കെ ഒരു വില വന്ന് നിൽക്കുന്ന സമയത്ത് ഇതാ കിടക്കണം, എല്ലാം കൊണ്ടേക്കാൻ പറ്റി. എല്ലാരും എടുത്ത് താരുമായിട്ട് പാട്ട് പാടിക്കൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പൊ അത് എല്ലാരും കൂടി എടുത്തിട്ട് തറയിലോട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നേരെ ബഹിരാകാശത്തേക്ക് പോയി. ഇപ്പൊ എവിടെയാണ് ഒരറിവും ഇല്ലല്ലോ, ഒളിവിലാണെന്നൊക്കെ പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ ജാൻമണിനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള തീരുമാനവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ അച്ഛൻ മരിച്ചത് 1947. പുള്ളി മോദി ജനിക്കുന്നത് 1950. അപ്പം ആദ്യം പോയി പുള്ളിക്കാരന്റെ അച്ഛനെ കണ്ടുപിടിക്കട്ടെ, അല്ലെങ്കിൽ മോദിയുടെ അച്ഛനെ കണ്ടുപിടിക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഞാനൊക്കെ ഇതുപോലെ നമ്മൾ സ്വന്തമായിട്ട് മനസ്സിൽ പറയും, അടുത്തിരിക്കുന്ന ആളത് പറയും. സോഷ്യൽ മീഡിയയിൽ പറയുമ്പോഴത്തേക്ക് കോൺഫിഡൻസ് ഒക്കെ നമ്മളെ കൊണ്ടുപോയി തൊലയ്ക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതാണ് ഇവിടെ സംഭവിച്ചത്. നമുക്ക് കോൺഫിഡൻസ് വേണം. എന്നാത്തിനാ? നമുക്ക് നല്ലത് ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ പറയാൻ ആളുടെ മുഖത്ത് നോക്കി പറയാനായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മളൊരു ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ടും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ഒന്നും നമ്മളെ കൂസത്തില്ല, നമ്മൾ കോൺഫിഡന്റോട് കൂടി ചെയ്യും എന്നുള്ള ആ ഒരു ഇത്. പക്ഷെ ഇമാതിരി തോന്നിവാസം പറയുന്നത് അതിനെ ഒരു കോൺഫിഡൻസ് ആയിട്ട് എടുക്കരുത്. ഇമാതിരി തോന്നിവാസങ്ങളൊക്കെ വന്ന് പബ്ലിക്കിൽ പറയുന്നത് അത് ഭയങ്കര മോശമാണ്. ഇപ്പൊ ഏകദേശം എല്ലാ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടല്ലോ. നമുക്ക് ആ സോറി പറഞ്ഞ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവരെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ ഇത് നമ്മുടെ ഇവിടെ തന്നെയല്ല, ഡൽഹിയുടെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോൾ എന്റെ മലയാളം രീതി പറയുന്നത് അത് ശരിയാവട്ടില്ല. അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ് വോക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജാൻബ ഇങ്ങനെയാണ്, ഇതാ ശരിയില്ലതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുക കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയില്ല. കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ, അബുദാബി,
and from India, from Kerala, everywhere it was coming. So എനിക്ക് സെറ്റപ്പ് അല്ലേ, എനിക്ക് ആരൊക്കെ ഹേർട്ട് ആക്കുന്ന വേണ്ടിയല്ല ഞാൻ ബേസിക്കലി നമ്മളുടെ PM-ക്കും ഞാൻ ശരിക്കും അത് അമ്മയുടെ വേണ്ടിയല്ല ഞാൻ I was just asking how come one person can become 3 years pregnant. That's what one question I was asking, not to the Modi ji. That was I'm asking that about this content. And that one's become like very much viral and people are very much angry, and I never thought like I wants to hurt anybody because I really don't want to hurt anyone. And എനിക്ക് എൻ്റെ കയ്യിലേക്ക് എന്തെങ്കിലും തെറ്റപ്പറ്റുന്നുണ്ടെങ്കിൽ obviously I'm so sorry. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയണമെന്നുണ്ടോ, കാരണം എനിക്ക് ഒരു ചെറിയ കുട്ടി വിചാരിച്ചിട്ട് നിങ്ങൾ ക്ഷമിക്കണം, കാരണം ഇതെന്റെ മേലേക്ക് എനിക്ക് പറയാനൊന്നുമില്ല, അതുണ്ടാവില്ല. പിന്നെ അപ്പൊ ഞാൻ പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ആരൊക്കെ അയച്ചു കൊടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം കോണ്ടന്റ് ഓൾറെഡി ഡിലീറ്റ് ആയി. അതെനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. സോ അതിന് കാരണം പിന്നെ എനിക്ക് ഞാൻ ഗൂഗിളിൽ പോയിട്ട് എല്ലാവരും പറഞ്ഞ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോ ഇറ്റ് ഇസ് മൈ മിസ്റ്റേക്ക് ബിക്കോസ് ഐ ഡിഡ്ന്റ് ചെക്ക് ബിഫോർ ഐ വാസ് ഗിവിംഗ് എനി സ്റ്റേറ്റ്മെന്റ്. സോ എനിക്ക് വളരെ വിഷമം വന്നെ. പിന്നെ ഞാൻ നോക്കിയിട്ട് അനുസരിച്ച് അത് ഞാൻ ലേറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ഞാനൊരു വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരു അൺവാണ്ടഡ്ലി ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനി വൺ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഡെലിബറേറ്റ്ലി ഞാൻ ചെയ്യുന്ന പോലെ അല്ല. ഇറ്റ് വാസ് ജസ്റ്റ് റാൻഡംലി സംസാരിച്ച് അതാണ് അതിലെ ഈ കാര്യം പറഞ്ഞത്. പക്ഷെ അത് പോസ്റ്റ് എങ്ങനെ ഫേസ്ബുക്കിൽ എവിടെയാ പോയത് അതെനിക്ക് കംപ്ലീറ്റ്ലി അറിയത്തില്ല, കാരണം ഞാൻ ഫേസ്ബുക്ക് നോക്കാറില്ല. പിന്നെ ഷൂട്ടിങ്ങിന്റെ കാരണം ഞാൻ ഫോണിൽ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ കോൾസ് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ലൈക്ക് വെരി ബാഡ് തിങ്സ് ഈസ് ഗോയിങ് ഓൺ. സോ ദാറ്റ്സ് വൈ ഐ ആം റിയലി സോറി. സോ എന്റെ ഫാൻസ് മാത്രമല്ല. ഓക്കെ, ഇനിയിപ്പോ സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വായിന്ന് പോയ വാക്കും പോയതെല്ലാം പോയത് തന്നെ. ഇനിയിപ്പോ അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പൊ എല്ലാവരുടെയും കൈ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ ഒരു സമയത്ത് എടുത്ത് പൊക്കി വെച്ചവരെല്ലാം ഇപ്പൊ നിങ്ങളെ എടുത്തിട്ട് അറമാദിക്കുന്നുണ്ട്. കാരണം നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നിൽക്കുന്നവരാണ് മലയാളികൾ, മോശം കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ എടുത്തിട്ട് അലക്കുന്നവരും മലയാളികൾ തന്നെയാണ്. അപ്പോൾ 2 ദിവസത്തേക്ക് സോഷ്യൽ മീഡിയക്ക് ഒരു നല്ലൊരു കണ്ടന്റ്. അതെ, 2 ദിവസത്തേക്കോ ഇത് കുറച്ച് നാൾ നിൽക്കും. ഇനിയിപ്പം അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും ചാകരയാണ് ചാകര. അപ്പൊ എന്തായാലും പുള്ളിക്കാരത്തി പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം വെച്ചിട്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒരുപാട് റിയാക്ഷൻ ചാനലുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ട് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്തുമാത്രം വലിയ തെറ്റാണെന്ന് പുള്ളിക്കാരത്തേക്ക് ഗൂഗിളിൽ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മനസ്സിലായത്. പുള്ളിക്കാരി പറഞ്ഞ കാര്യം എത്ര വലിയ മിസ്റ്റേക്ക് ആണ്, അത് അവരുടെ ഭാഗത്ത് നിന്ന് വന്നൊരു തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ അവർക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ വന്നു. അല്ലാതെ മനസ്സിലായിട്ടില്ല, അല്ലാതെ പറഞ്ഞപ്പോൾ ഓർത്തില്ല, അല്ലെങ്കിൽ പറയാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഓർത്തില്ല, ഓ അങ്ങനെ പറയാൻ പാടില്ല, തെറ്റാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ ജാൻമണിക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. കുറച്ചെങ്കിലും വിദ്യാഭ്യാസമുള്ള ഒരു 5ാം ക്ലാസിന്റെ ബുദ്ധിയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ആരും പറയത്തില്ല. കൊച്ചു കുട്ടികൾക്ക് വേണ്ട ആ ഒരു മൂള പോലും ഇവർക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളതും നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പാർട്ടി ബേസ് അല്ല, ഞങ്ങൾ പാർട്ടി ബേസ് ആയിട്ടൊന്നും നിങ്ങൾ ആ രീതിക്ക് ചിന്തിക്കില്ല. അതെ, നമ്മുടെ കേന്ദ്രമന്ത്രിയെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു അപവാദം അല്ലെങ്കിൽ അഹംഭാവം നിറഞ്ഞ ഒരു പരാമർശം പറയുമ്പോൾ നമ്മൾ എന്തായാലും പ്രതികരിക്കുമല്ലോ. അപ്പൊ ആ ഒരു രീതിയിലുള്ള പ്രതികരണമായിട്ട് ഇതിനെ കണ്ടാൽ മതി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.